ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 ഇന്ന് ജസ്റ്റ് കണ്ടിറങ്ങിയിട്ടേ ഉള്ളൂ. ഓ മൈ ഗോഡ്, ഒന്നും പറയാനില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ കിടിലൻ സിനിമ. ഇറ്റ് ഈസ് എ മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. ഋഷഭ് ഷെട്ടി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റൈറ്റിംഗ് ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും മൈ ഗോഡ്, പഴയ കാന്താര വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ബിഗർ, ബെറ്റർ ആൻഡ് മോർ ഡിവൈൻ. അമേസിങ്. തിയേറ്റർ മൊത്തം ഒരു പോസിറ്റീവ് വൈബ്രേഷൻ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, ഓഹ് അസാധ്യം. അതിൻ്റെ ആ എഫക്റ്റ് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. കാന്താരയുടെ ഒരു പ്രീക്വലായിട്ടാണ് ഈ സിനിമ ആക്ച്വലി വരുന്നത്. അതായത് അവിടെ കാന്താരയിൽ തന്നെ നടന്ന അവരുടെ പൂർവികരുടെ കഥ എന്നുള്ള രീതിയിലാണ് സിനിമ സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഫ്ലോയിൽ ഒരു ട്രൈബൽ വില്ലേജും ഒരു റോയൽ ഫാമിലിയും അതിൻ്റെ കൂടെ മറ്റൊരു ട്രൈബൽ വില്ലേജും, അങ്ങനെ ഒരു 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 എക്കോസിസ്റ്റത്തിനകത്തേക്ക് നമ്മൾ ആദ്യമേ അങ്ങ് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ഇതിനനുസരിച്ചിട്ട് കഥ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അതിൽ പലതരത്തിലുള്ള ദൈവങ്ങൾ വന്നു പോകുന്നു. പഞ്ചുരുളി വരുന്നു, ഗുളികൻ വരുന്നു, ശിവനും പാർവതിയും എല്ലാവരും വരുന്നു. ഗംഭീരമായിട്ടുണ്ട്. ആ ഒരു നമ്മുടെ കർണാടകയിലുള്ള ഫോക്ലോറ് അല്ലെങ്കിൽ ആ ഒരു റിലീജിയസ് എസെൻസ് നല്ല രീതിക്ക് സിനിമയിൽ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ബ്ലെൻഡിങ് കറക്റ്റ് ആയതുകൊണ്ടാണ് ഇത് കാണുന്ന എല്ലാവർക്കും ഇത് കണക്റ്റ് ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഗംഭീരമായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ആക്ഷൻ സീക്വൻസുകൾ. എനിക്ക് തോന്നുന്ന ഒരു 5-6 ഫൈറ്റ് ഉണ്ട് സിനിമയിൽ. ഓരോ ആക്ഷൻ ബ്ലോക്കും കോറിയോഗ്രാഫി ചെയ്ത് വെച്ചിരിക്കുന്ന രീതി അമേസിങ്. ഇതിനകത്തൊരു രഥം വെച്ചിട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ട്. അത് ജമ്മത്താരും ആലോചിക്കില്ല ഇമ്മാതിരി ഒരു സാധനം. എങ്ങനെയാണോ ഇനി ഇത് വേറെ ഏതെങ്കിലും സിനിമയിൽ കണ്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. കാര്യം ഇറ്റ് വാസ് എ ന്യൂ എക്സ്പീരിയൻസ് ഫോർ മീ ഓൾസോ. പിന്നെ ക്ലൈമാക്സ് സീക്വൻസ്, അതിനു മുമ്പ് ഒരു പ്രീ ക്ലൈമാക്സ് സീക്വൻസ്, ഒന്നും എടുത്തു പറയാൻ പറ്റില്ല. കാര്യം ഇതൊരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും പോയി കാണുക, കണ്ട് എൻജോയ് ചെയ്യുക. ഇത് ആ ഒരു ഫീല് തിയേറ്ററിൽ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എനിവേസ്, കാന്താര ചാപ്റ്റർ 1 ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. ഹൈപ്പിനോട് കംപ്ലീറ്റ്ലി നീതി പുലർത്തിയ ഒരു സിനിമ. ഋഷഭ് ഷെട്ടി മൈ മാൻ, എന്തൊരു പെർഫോമൻസ് ആണ്. ആശാൻ്റെ ആ വിഷൻ, പുള്ളി ഇതിനു വേണ്ടി ഇട്ടിരിക്കുന്ന എഫേർട്ട്, ഈ പ്രൊഡക്ഷൻ ടീമിൽ നിന്ന് തന്നെ സംഭവിച്ചിരിക്കുന്ന അപകടങ്ങൾ, പൊലിഞ്ഞുപോയ ജീവനുകൾ, അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഈ സിനിമ അതിൻ്റെ ഔട്ട്പുട്ട് അത്രയും ഗംഭീരമായിട്ട് വന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എന്തോ ഒരു എനർജി ഉണ്ട് ഈ സിനിമയ്ക്ക്. അതെന്തായാലും അത് കാണുന്നവർക്കും കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങളും കാന്താര ചാപ്റ്റർ 1 പോയി കാണുക, എൻജോയ് ചെയ്യുക. ആൻഡ് കണ്ടിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.